നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്, ഡിവൈൻ്റെ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജി എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ എനർജിയെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ റീഡിങ്സ് കാണാനായിട്ട്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളതും റെസനേറ്റ് ആയിട്ടുള്ളതുമായ ഒരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ എന്തു മാറ്റമാണ് വരേണ്ടത്, നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. അഫർമേഷൻസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ അഫർമേഷൻസ് എഴുതി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വളരെ സ്ട്രോങ് ഉള്ള ഒരു നല്ല പവർഫുള്ളായ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത, ബന്ധങ്ങളുടെ കെട്ടുറപ്പ്, ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എത്ര ശ്രമിച്ചിട്ടും ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. അതായത് ഈ കറൻ്റിലി നിങ്ങൾ ആ കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസം, ജോലി, വിവാഹം, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതുക. അതുപോലെ എന്തെങ്കിലും മോശമായ അമിതമായ ഫോണിന് അഡിക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ ആ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എഴുതി കഴിഞ്ഞാൽ അവരതിൽ നിന്നെല്ലാം പുറത്തു വരും കേട്ടോ. തീർച്ചയായിട്ടും അവരതൊക്കെ കുറേശ്ശെ അവരുടെ മൈൻഡിൽ നിന്ന് ആ ഒരു ഫോണിനോടുള്ള അഡിക്ഷനൊക്കെ മാറി തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ, അവരുടെ ആ ഒരു പഠനം മറ്റു കാര്യങ്ങളിലേക്ക് അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ അഫർമേഷൻസ് എഴുതിയാൽ മാത്രം മതി. നിങ്ങളുടെ ആവശ്യങ്ങൾ കറൻ്റിലി നിങ്ങൾക്ക് ലഭിച്ചു എന്ന്, അതായത് നമുക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞു എന്ന രീതിയിൽ വേണം അഫർമേഷൻസുകൾ എഴുതാനായിട്ട്. പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി പറയുക. നന്ദിയാണ് എല്ലാത്തിൻ്റെയും മൂലസ്ഥാനം. നിങ്ങൾ തീർച്ചയായിട്ടും നന്ദി പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സുകൾ വരുമ്പം പെട്ടെന്ന് തന്നെ ഏതെങ്കിലും പ്രാർത്ഥനയോ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ കണക്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് ചിന്തകളായിരിക്കും കേട്ടോ. നമുക്ക് 1% പോസിറ്റീവ് ചിന്തയുള്ളെങ്കിൽ 5% നമ്മളിൽ നെഗറ്റീവ് ചിന്തയായിരിക്കും. നിങ്ങൾ നമ്മുടെ തോട്ട്സിനെ ഒന്ന് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാകും. വിശ്വാസക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, സ്വയം നമ്മളോട് തന്നെ നമുക്കൊരു മതിപ്പില്ലായ്മ തോന്നുക, ഇതൊക്കെ നമ്മളിൽ സംഭവിക്കുന്ന നെഗറ്റീവ് തോട്ട്സാണ്. ദേഷ്യം, വൈരാഗ്യം, മറ്റുള്ളവരോട് തോന്നുന്ന ആ ഒരു വെറുപ്പ്, അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻസിഡൻ്റ് ആയിരിക്കാം നമുക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നത്. പക്ഷേ എന്നാൽ തന്നെ അതൊക്കെ നമ്മളിൽ ഇല്ലാതിരിക്കുന്നത് നമുക്ക് ഹെൽത്ത്, വെൽത്ത്, ഇതിനെല്ലാം ഉപകാരപ്പെടും. നമ്മൾ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് ഒരിക്കലും വെൽത്ത് വരില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഹെൽത്ത് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസുകൾ, കരിയർ മേഖല, ഫിനാൻസ്, കർമ്മ മേഖലകളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നോക്കുക, ആവശ്യമുള്ളവർ മാത്രം. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. എയ്സ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു തുടക്കം, പുതിയൊരു തുടക്കത്തിൻ്റെ സമയമായി, നിങ്ങൾ ചിന്തിക്കേണ്ട സമയമായി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശൂന്യതയിലാണ് എങ്കിൽ, നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് സ്പിരിച്വാലിറ്റിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ആത്മീയ ബോധത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമായി. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമായി. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിന്, നിങ്ങളുടെ കർമ്മരംഗത്ത്, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു മാറ്റം വരുത്തേണ്ട സമയമായി. അതിനുള്ള മാർഗം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളത് നല്ല രീതിയിൽ ഇനി ഉപയോഗപ്പെടുത്തേണ്ട സിറ്റുവേഷൻസ് ആണ് എന്നാണ് കാണുന്നത്. ഇന്ന് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇന്ന് തുടങ്ങാനായിട്ട് ഇറങ്ങി തിരിച്ചവർക്കെല്ലാം വളരെ നല്ലൊരു എനർജിയാണ് കേട്ടോ വരാൻ പോകുന്നത്. കാരണം സ്ട്രെങ്ത് കാർഡാണ്, പേജ് ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. ക്യൂരിയോസിറ്റി ഉണ്ടാവാം നിങ്ങൾക്ക് നിങ്ങളുടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ചില കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ എന്ത് കാര്യത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചാലും
അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വിൽ പവർ എനർജിയിലൂടെ കോൺഫിഡൻസോടു കൂടിയും വളരെയധികം ശക്തിയോടു കൂടിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം മാറ്റങ്ങളുടെ ഒരു സമയം, മാറ്റങ്ങളുടെ ഒരു കാലം സമയമായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എനർജി കേട്ടോ. കൂടാതെ തന്നെ നമുക്കിവിടെ പറ്റുന്ന ഏറ്റവും വലിയൊരു എനർജി വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അഗ്നിയുടെ പ്രസൻസ് ആണ്, ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത്. പുതിയ കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. പുതിയ തുടക്കങ്ങൾ, പുതിയ മേഖലകളിലേക്ക് നിങ്ങൾക്ക് തിരിക്കാം. എന്ത് കാര്യമാണെങ്കിലും ഇന്നു മുതൽ ഒരു ചേഞ്ചിങ്, ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറി ചിന്തിക്കുകയോ, നിങ്ങൾ ഇരിക്കുന്നിടമാണെങ്കിലും ഒന്ന് മാറ്റി മറ്റൊരിടത്തേക്കൊന്ന് മാറി ഇരിക്കാനൊക്കെ ശ്രമിച്ചാൽ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും നിങ്ങൾ ഇനി ചെയ്യുന്ന കാര്യത്തിലെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണ് കേട്ടോ. ഇമോഷണൽ അബണ്ടൻസ് ആണ്, അതായത് നിങ്ങളൊരു വളരെ പോസിറ്റീവായ വ്യക്തികളാണ്. വളരെ ഇമോഷണലി എല്ലാവരോടും സ്നേഹവും കരുണയും അതുപോലെ എല്ലാത്തിനും അബണ്ടൻസ് ആയിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിംഗ് എനർജി എപ്പോഴും വരാറുണ്ട്. നിങ്ങളുടെ എല്ലാത്തിനോടും ഒരു സിമ്പതി എനർജി ഉണ്ടെങ്കിലും നിങ്ങൾക്കത് തിരിച്ച് കിട്ടാത്ത വ്യക്തികളാണ്. നിങ്ങൾക്ക് ആരിൽ നിന്നും ഒരിക്കലും സ്നേഹമോ കരുണയോ ഒരു പോസിറ്റീവ് ആകുന്ന എനർജിയോ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഇന്നു മുതൽ നടത്താവുന്നതാണ്. അതിനുള്ള എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആഴത്തിൽ അറിയുക കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ എപ്പോഴും മറ്റുള്ളവർ അമിതമായിട്ട് നിങ്ങളെ ചോദിക്കുക, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുക, നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരെ കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ടൈം വേസ്റ്റ് ആക്കേണ്ടി വരിക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ടൈം എടുക്കുന്ന ഒരു ക്യാരക്ടർ കാണുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ വെൽത്തിനെയും അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനെയും ഒരു ഡാർക്ക് എനർജിയിൽ ബ്ലോക്കാക്കി നിർത്തിയിട്ടുണ്ട്. അതായത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളൊന്നും നിങ്ങൾക്ക് ഗുണമായിട്ട് കാണുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ആരും അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് നിങ്ങളുടെ നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഭാവത്തിൽ നിങ്ങളോട് പെരുമാറുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ. പക്ഷേ നമുക്കിനി കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഫാമിലി, നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ പോകുന്നു. അതിനോടൊപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഇപ്പം നിങ്ങൾ എവിടെയാണ്? കുറച്ച് ആളുകളുടെ എനർജിയിൽ നോക്കുമ്പം ഇപ്പം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, പാസ്റ്റിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് വിലയിരുത്താൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൺറൈസിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് കുറച്ചൊക്കെ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരിലേക്കും ഓവറായിട്ട് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുക. എന്നിട്ട് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന പൊസിഷനും ഒന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെ വല്ലാതെ ഒരു റെസ്പെക്റ്റ് തോന്നും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ കടന്നു വന്ന പാതകൾ, നിങ്ങൾ കടന്നു വന്ന ആ ഓരോ ദിവസങ്ങളും നിമിഷങ്ങളുമെല്ലാം എത്രത്തോളം സ്ട്രെസ്സുള്ളതായിരുന്നു, എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഇനിയും മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കതിനുള്ള ഒരു വിൽ പവർ എനർജി ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ 3 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് ഇന്നൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കരിയർ മേഖലയിലോ നിങ്ങൾക്ക് ഒരു പിടി ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമാകുന്ന കാര്യത്തിൽ നിന്നോ നിങ്ങളിൽ ചിലർക്കൊക്കെ ഇന്നൊരു ചെറിയ ഹാർട്ട് ബ്രോക്കൺ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു വെല്ലുവിളി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചെടുത്തുനിന്ന് നിന്നും അത് ബ്ലോക്കായി ഒരു ചീറ്റിംഗ് പ്രസൻസ് ഉണ്ടാവുന്നതാവാം. എന്താണെങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കുക. ഒരു മസ്കുലിൻ എനർജിയിൽ നിന്നും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തിൽ നിന്നും ഒരു ഹാർട്ട് ബ്രോക്കൺ ഇന്നുണ്ട്. പക്ഷെ അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കടന്നു പോകണം. അതൊരു വെല്ലുവിളിയായിട്ട് കാണുക, അതിനെ മറികടക്കുക. ഏത് പ്രതിസന്ധിനെ നമ്മൾ ഏത് രീതിയിലാണ് മറികടക്കുന്നത്, നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ആ ഒരു മാർഗമാണ് നമ്മൾക്ക് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പം സമചിത്തതയോടുകൂടി ക്ഷമയോടുകൂടി അതിനെ ഒന്ന് മറികടക്കുക കേട്ടോ. ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് നിന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി പോലെ നിന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കിന്ന് നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റും കേട്ടോ. ഇമോഷണലി നിങ്ങളൊരു മെച്യൂരിറ്റിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ജഡ്ജ്മെൻറ്റിങ്, വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ കണക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു യോഗം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഇന്നൊരു ജഡ്ജ്മെൻറ്റിങ്, ന്യായം ലഭിക്കുന്ന ദിവസം കൂടിയാണ്. അതായത് എവിടെയെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പോ ഒക്കെ വേണ്ട സിറ്റുവേഷൻസ് ആണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ന്യായം ലഭിക്കുന്നു എന്നും ഉണ്ട് കേട്ടോ. ജഡ്ജ്മെൻറ്റിങ് എനർജിയിൽ ഇമോഷണലിയും നിങ്ങൾക്കിന്നൊരു സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട് കുറേ ആളുകളുടെ എനർജിയിൽ കേട്ടോ. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും മാറി നിന്ന, നിങ്ങളെയൊക്കെ നിന്നും മുഖം തിരിച്ചു നിന്ന ചില വ്യക്തികളുടെ ഒരു പ്രസൻസ് നിങ്ങൾക്കൊരു നീതി പോലെ, അതായത് നിങ്ങൾക്ക് അർഹതയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കൊടുത്തതെന്നുള്ളതിൻ്റെ ആ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞ് നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസുകൾ ഇന്ന് ഉണ്ടാവുന്നു. അതായത് നിങ്ങൾക്കൊരു ന്യായം ലഭിക്കുന്നു ഇമോഷണലിയും. നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ കൂടെ നിന്നെടുത്ത് നിങ്ങൾക്കൊരു വിലയില്ലാതെ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ പോയ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ചാരിയേറ്റ് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രാവലിംഗ് പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ആദ്യത്തെ എനർജി കണ്ട പോലെ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞെടുത്ത് നിന്നും ഇപ്പം നിങ്ങൾ എവിടെയാണ്, ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വിലയിരുത്താൻ പറ്റും. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു. നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു, സക്സസ് ആകുന്നു എന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ദ ചാരിയേറ്റിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ട്രാവലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പുതിയ എവിടെയെങ്കിലും വാങ്ങാനോ കൊടുക്കാനോ ഒക്കെ പോകുന്നിടത്താണെങ്കിലും സാമ്പത്തികപരമായി ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒരു ചീറ്റിംഗ് പ്രസൻസ് അല്ലെങ്കിൽ ഒരു ലോസ് എനർജി അല്ലെങ്കിൽ ഒരു ഒരു പെയിൻ എനർജി നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമാകുന്ന കാര്യത്തിൽ ഇടപെടുമ്പോഴും അതായത് ഒരു ജാമ്യം പോലുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ആലോചിച്ച് മാത്രം ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിൽ വളരെയധികം അബണ്ടൻസോട് കൂടിയാൽ ഒരു സമൃദ്ധി ഫീൽ ചെയ്യുന്ന മനസ്സുള്ള വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം ഒരു പക്ഷെ ആരെങ്കിലുമായിട്ട് ഒന്ന് സംസാരത്തിൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഹെൽത്തി റിലേഷനുമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ഫെമിനിയൻ എനർജി പ്രസൻസ് ആണ്. ഫെമിനിയൻ എനർജി ആയിട്ടുള്ള വ്യക്തികൾ ഇന്നൊരു വ്യക്തികളുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു സംസാരമോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം തെറ്റിദ്ധാരണയുടെ പുറത്തോ മറ്റോ എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സൈലൻ്റ് ആവുക കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള ചിലതൊക്കെ പറയാതിരിക്കുക. അത് കൂടുതൽ മുന്നോട്ടേക്ക് വഷളാവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വല്ലാതെ ഒരു ഡിസ്റ്റർബൻസ് ആകുന്ന, മനസ്സിന് ദുഃഖം നൽകുന്ന ചില കാര്യങ്ങൾ ചില വ്യക്തികളിൽ ഫ്യൂച്ചറിലേക്കുള്ള ചില തീരുമാനങ്ങളിൽ ഒരു ബ്ലോക്ക് സംഭവിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു തടസ്സം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു ഉറക്കം കെടുത്തുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഫ്യൂച്ചറിലേക്കുള്ള ചില തീരുമാനങ്ങളെ കണക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന
പറയുന്നതും വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, സംസാരത്തിലും ഒരു പക്ഷേ ഒരു ശാന്തമായത്, അല്ലെങ്കിൽ ചിലത് വിട്ടുകളയുക, അല്ലെങ്കിൽ ഇന്ന് ചില കാര്യങ്ങൾക്ക് സംസാരിക്കാതിരിക്കുക, ഒന്ന് സൈലൻ്റ് ആവുക. ഇത്രയും കാര്യങ്ങളൊന്ന് ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ചാൽ മതി. ബാലൻസ് എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം കടന്നു പോകും. പിന്നെ ചില നഷ്ടങ്ങളൊക്കെ ലൈഫിൽ എപ്പോഴും നമുക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓരോന്നും നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. നല്ലത് വന്നാലും ചീത്ത വന്നാലും എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലി ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ ആളുകളെ ഇന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ മനസ്സ് ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കണം, ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറ്റും കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിന് പറ്റിയ ആളുകളെ കണ്ടെത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഡിവൈൻ കൊണ്ടുവന്ന് തരും. ഒരു പക്ഷേ മറ്റാരെങ്കിലും നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫാമിലിപരമാകുന്ന കാര്യങ്ങളിലൊന്നും ഇന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. വെയിറ്റ് ചെയ്യുക സമാധാനപരമായിട്ട്. ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് കളയാനും പറ്റുന്നില്ല, എന്നാൽ അതുമായിട്ട് മുന്നോട്ട് പോകാനും പറ്റാത്തൊരു ടോക്സിക് സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുവെങ്കിൽ നല്ല പോലെ പ്രാർത്ഥിക്കുക. ഒരു നല്ല 3-4 പ്രാവശ്യം മെഡിറ്റേഷൻ, ബ്രീത്തിങ് ഒക്കെ എടുത്ത് കണ്ണുകൾ അടച്ച് നല്ല രീതിയിൽ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്ത് ശക്തമായി പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ടോക്സിക് സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റാതെ എന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റാത്ത വിധമുള്ള ഒരു നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടോക്സിക് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള മാർഗത്തിന് നിങ്ങളെ ഏഞ്ചൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മളോട് ഡിവൈൻ പറയുന്നത് കേട്ടോ. യെസ് എന്നൊരു എനർജി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കം. നമുക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡ് നിങ്ങളുടെ ലൈഫിൽ പുതിയ ക്രിയേറ്റിവിറ്റി ചെയ്യാനും പുതിയ ആക്ഷൻസ് എടുക്കാനും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നൊക്കെ ഉള്ളൊരു എനർജി പറഞ്ഞില്ലേ, അത് വളരെ കറക്റ്റാണ്. അതുപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്ന എനർജി കേട്ടോ. അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. വരാഹി മന്ത്രം എന്ന് പറയുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനും ശത്രുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങളുടെ ജീവിതത്തിൽ സ്തംഭനാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ മനസ്സായിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ നാവുദോഷമായിക്കോട്ടെ, ദൃഷ്ടിദോഷമായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും പുറത്ത് കടക്കാനാണ് വരാഹി മന്ത്രം ഞാൻ തന്നിരിക്കുന്നത്. 108, 308, 21 തവണയോ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. എഴുതാവുന്നതോ ചൊല്ലാവുന്നതോ ആണ്. മണി അഫർമേഷൻസ് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനാണ്, പണം നിങ്ങളിലേക്ക് ഒഴുകി വരാനുള്ളൊരു മാർഗമാണ്. കൂടാതെ തന്നെ ഫിനാൻഷ്യൽ പരമാകുന്ന കർമ്മ, അത് പൂർവികരായിട്ട് ചെയ്തതോ പൂർവ്വജന്മത്തിൽ നിങ്ങൾ ചെയ്തതോ ഈ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ആരെങ്കിലും തെറ്റുപറ്റിയതോ ആയ കർമ്മ ഹീലിംഗ് ആണ് മണി അഫർമേഷൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതും 108 തവണയോ ഡെയിലി 21 തവണയോ ചൊല്ലുന്നത് അതേ നമ്പറിൽ തന്നെ കറക്റ്റായിട്ട് ചൊല്ലി പോകുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പണം വന്നിരിക്കും. അത് പല വഴിയിൽ നിന്ന് നിങ്ങൾ പോലും ചിന്തിക്കാതെ ആയിരിക്കും പണം നിങ്ങളെ തേടി വരുന്നതെന്ന് മനസ്സിലാക്കുക. പണം ഒരു എനർജിയാണ്, അല്ലാണ്ട് ഒരു കടലാസായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളത് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വന്നിരിക്കും. നിങ്ങൾക്ക് മാർഗങ്ങൾ 1, 2, 3 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻസ് നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ്. അഫർമേഷൻസ് മാനിഫെസ്റ്റേഷനെയാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ ഒരുപാട് മെത്തേഡുകളുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. അതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു എനർജിയാണ് അഫർമേഷൻസ്. അത് നമ്മൾ എഴുതുമ്പം അക്ഷരങ്ങളെന്ന് പറയുന്നത്, വാക്കുകളെന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ ഒരു എനർജിയാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്ന് ചേരുകയും പെട്ടെന്ന് നമുക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നതാണ് അഫർമേഷൻസ് എഴുതുന്ന കാര്യം കേട്ടോ. അതാണ് ഏറ്റവും പവർഫുള്ളായൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ജലം ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുക ഡെയിലി ഒരു കാര്യം തന്നെ, പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആവശ്യം എനിക്ക് ലഭിച്ചു, എനിക്കത് ലഭിച്ചതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വലിച്ചങ്ങ് കുടിച്ച് കഴിയുക. അതങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത ഒരാഴ്ചയൊക്കെ മതി നമുക്കൊരു കാര്യം സാധിച്ചെടുക്കാനായിട്ടോ. അപ്പം അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളുണ്ട്. അതിലേറ്റവും ഗുണമുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അഫർമേഷൻസ്.
റൈറ്റ് ഹീലിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ മനസ്സ് ക്ലാവ് പിടിച്ച അല്ലെങ്കിൽ എന്താ പറയുക, അഴുക്ക് വെള്ളം ഇരിക്കുന്നതിലേക്ക് വീണ്ടും നല്ല വെള്ളം ഒഴിച്ചാൽ ആ ജലം അഴുക്കായിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അതിനകത്തൊരു എന്താ പറയുക, നല്ലൊരു തെളിഞ്ഞൊരു ജലം നമുക്ക് ലഭിക്കില്ല. റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി കളഞ്ഞ് നമുക്ക് അഫർമേഷൻസ് എന്ന് പറയുന്ന പരിശുദ്ധമാകുന്ന ജലം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അഫർമേഷൻസ് കറക്റ്റായിട്ട് എഴുതുക. റൈറ്റ് ഹീലിംഗ് പറ്റും പോലെ എഴുതി കത്തിച്ച് കളഞ്ഞ് നിങ്ങൾ ക്ലിയർ ആവുക കേട്ടോ. നമ്മളാണ് മാറ്റം വരുത്തേണ്ടത്, അല്ലാണ്ട് വേറെ ആർക്കും നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം പോയി വഴിപാട് കഴിക്കുന്നതും ഈ ചെയ്യുന്നതും എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ അവിടെ ചെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്കത് ലഭിക്കുന്നു. അത് തന്നെയാണ് ഈ കാര്യങ്ങൾ.